ഹലോ ഓൾ, എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ ആൻഡ് നോയിസ് പൊല്യൂഷൻ ആണ്. ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബൈ ഫോറിൻ സബ്സ്റ്റൻസ് which unfavorably alter its quality and characteristics such that its normal functions and usefulness in domestic, agriculture, industrial, etc. fields are adversely affected or it constitutes a health hazard to living things. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ആണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഫോറിൻ സബ്സ്റ്റൻസസ്, എങ്ങനെയുള്ള ഫോറിൻ സബ്സ്റ്റൻസസ് അത് വാട്ടറിന്റെ ക്വാളിറ്റീനെയും ക്യാരക്ടറിസ്റ്റിക്സിനെയും അൺഫേവറബിൾ ആയിട്ട് ആൾട്ടർ ചെയ്യുന്ന ഫോറിൻ സബ്സ്റ്റൻസസ്. അത് യൂഷ്വലി എന്ത് ചെയ്യും, നോർമൽ വാട്ടറിന്റെ നോർമൽ ഫങ്ഷൻസ്, അതുപോലെ തന്നെ യൂസ്ഫുൾനെസ്, ഏതെല്ലാം ഡൊമസ്റ്റിക്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ഫീൽഡ്സിലുള്ള വാട്ടറിന്റെ നോർമൽ ഫങ്ഷൻസിനെയും യൂസ്ഫുൾനെസ്സിനെയും അത് അൺഫേവറബിൾ ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഫോറിൻ സബ്സ്റ്റൻസിനെ കൊണ്ടുള്ള കണ്ടാമിനേഷൻ ഓഫ് വാട്ടറിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ലിവിങ് തിങ്സിനും ഹെൽത്ത് ഹസാർഡ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വാട്ടർ പൊല്യൂഷന്റെ മേജർ സോഴ്സസ് എന്തെല്ലാന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് വേസ്റ്റ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്, അതായത് സിറ്റീസ് ഒന്നും അതുപോലെ തന്നെ റൂറൽ ഏരിയാസ് എന്നുള്ള വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, ഇൻഡസ്ട്രീസ് എന്ന് വരുന്ന മാലിന്യജലം, പിന്നെ അഗ്രികൾച്ചർ റൺ ഓഫ്, ഇതെല്ലാം കൊണ്ട് ഇതെല്ലാം നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പം കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ സംഭവിക്കും. അതിനാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് പൊല്യൂട്ടൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് ടോക്സിക് എഫക്ട്സ്. അതായത് എ വാട്ടർ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ that degrades the quality of water and also cause detrimental effects for consumers or on aquatic life. അതായത് അക്വാട്ടിക് ലൈഫിലോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലോ അത് ഡെട്രിമെന്റൽ എഫക്ട്സ് കോസ് ചെയ്യും. അതുപോലെ തന്നെ അത് ഹാംഫുൾ ആയിട്ട് അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് വാട്ടറിന്റെ ക്വാളിറ്റീനെ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഏജന്റ് ആയിക്കോട്ടെ, അതിനാണ് വാട്ടർ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ പൊല്യൂട്ടൻസിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അത് ഏതെല്ലാം വെച്ചാൽ സീവേജ്, പിന്നെ ഡിറ്റർജൻസ്, ടോക്സിക് ഹെവി മെറ്റൽസ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഹസാർഡസ് ഓർഗാനിക് സബ്സ്റ്റൻസസ് എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ ഓരോ വാട്ടർ പൊല്യൂട്ടന്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, വാട്ടർ പൊല്യൂഷൻ ബൈ സീവേജ്. അതായത് വേസ്റ്റ്, സീവേജ് എന്ന് പറയുന്നത് സീവേജ് കൺസിസ്റ്റ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ക്യാരിഡ് ബൈ ദ വാട്ടർ. അതായത് ഈ സീവേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ഉണ്ടാവുക ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ടാവും. അത് വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വേരിയസ് ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാവും. അപ്പം ഇൻ മോസ്റ്റ് കേസസ് സച്ച് ഡൊമസ്റ്റിക് വേസ്റ്റ് ആർ ഡിസ്ചാർജ് ഇൻ ടു നിയർ ബൈ വാട്ടർ ബോഡീസ് ലൈക്ക് റിവർ, ലേക്സ് ഓർ കോസ്റ്റൽ വാട്ടേഴ്സ്. അതായത് ഇപ്പം ഏത് ഒരു സിറ്റീസിലോ റൂറൽ ഏരിയാസിലുള്ള വേസ്റ്റ്, അതായത് സീവേജ്, ഡൊമസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോയി തള്ളുക നിയർ ബൈ ലേക്സ്, വാട്ടർ ബോഡീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൂടി വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പം വാട്ടറിനെ അത് ഹസാർഡസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് വാട്ടർ പൊല്യൂഷൻ ബൈ സീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീവേജ് ഇൻഡ്യൂസസ് എ ഫോൾ ഓർഡർ ടു വാട്ടർ, ഇമ്പാർട്ട് കളർ ടു ഈറ്റ് ആൻഡ് കോസസ് ടെർബിഡിറ്റി. അപ്പോൾ ഈ വേസ്റ്റ് അങ്ങോട്ട് ഡിസ്ചാർജ് ആയാൽ വാട്ടറിനൊരു സ്മെല്ല് വരും, ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടറിൻ്റെ കളറ് മാറിയിട്ട് ഒരു ടെർബിഡിറ്റി ആയിട്ട് മാറുന്നു, അതായത് ഒരു കലക്ക് വെള്ളമായിട്ട് മാറുക ചെയ്യുക. അപ്പം എ സീവേജ് കണ്ടെയ്ൻസ് ഹ്യൂമൻ ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റ വിച്ച് ക്യാരീസ് സെവറൽ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഈ സീവേജിൽ സെവറൽ ഹ്യൂമൻ്റെ ആയിക്കോട്ടെ ആനിമലിൻ്റെ എല്ലാം എക്സ്ക്രീറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ തന്നെ കുറേ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസും ഉണ്ടാവും. വാട്ടർ പൊല്യൂഷൻ ബൈ സീവേജ് കോസ് ഇമ്മെൻസ് ഹാം ടു പബ്ലിക് ഹെൽത്ത് ബൈ സ്പ്രെഡിങ് ഡിസീസ്. അപ്പോൾ പബ്ലിക് തന്നെയാണ് ഈ പൊല്യൂഷനെ ഉണ്ടാക്കുന്നത് എങ്കിലും പബ്ലിക്കിന് തന്നെയാണ് ഇതിനെ കൊണ്ട് ഹെൽത്ത് സ്പ്രെഡിങ്, അതിൻ്റെ പബ്ലിക്കിൻ്റെ ഹെൽത്തിന് തന്നെയാണ് ഇതിന് പ്രശ്നമാകുന്നത്. കാരണം ഈ മൈക്രോ ഓർഗാനിസം ഈ വാട്ടർ എല്ലാം കാരണം ഹെൽത്തിന് സ്പ്രെഡിങ് ഡിസീസസ് സംഭവിച്ചിട്ട് പബ്ലിക്കിന് തന്നെയാണ് ഹാംഫുൾ ആയിട്ട് മാറുന്നത്. Organic pollution of water by sewage include
ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിപ്ലീഷൻ ദിസ് ലീഡ്സ് ടു ഡെത്ത് ഓഫ് ഫിഷസ്. അപ്പം ഈ വാട്ടറിലുള്ള ഓർഗാനിക് പൊല്യൂഷൻ കാരണമായിട്ട് അത് സീവേജ് കൊണ്ടുള്ള ഓർഗാനിക് പൊല്യൂഷൻ കാരണമായിട്ട് ഡിസോൾവ്ഡ് ഓക്സിജന്റെ ഡിപ്ലീഷൻ സംഭവിക്കും. അതായത് ഓക്സിജൻ ഡിപ്ലീഷൻ സംഭവിച്ചിട്ട് അത് വാട്ടറിലുള്ള ഫിഷസിന്റെ ഡെത്തിന് കാരണമാവുന്നുണ്ട്. Sewage contains large quantities of nutrients in the form of nitrogen and phosphorus, which leads to eutrophication and favors algal growth and results in the algal bloom. നമുക്കറിയാം യൂട്രോഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ സീവേജിൽ നിന്ന് ഉണ്ടാകുന്ന നൈട്രജനും ഫോസ്ഫറസിന്റെ അളവ് വാട്ടറിൽ കൂടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, യൂട്രോഫിക്കേഷന് കാരണമാവും. അതായത് വാട്ടറിൽ സെവറൽ ആൽഗൽ ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ വാട്ടർ ബോഡീസ് മാറിയിട്ട് അവിടെ ഒരു ആൽക്കൽ പ്ലേസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ആൽക്കൽ ബ്ലൂം ഉണ്ടാവും. അതായത് യെല്ലോ ഒരു ഗ്രീൻ കളറായിട്ട് മാറും വാട്ടറിൻ്റെ സർഫേസ്. ഒരു നാച്ചുറൽ വാട്ടർ ബോഡീസ് നിന്ന് മാറിയിട്ട് ആൽക്കൽ ബ്ലൂം സംഭവിച്ചത് വേറെ തന്നെ വാട്ടർ ബോഡീസ് ആയിട്ട് മാറുക ചെയ്യാം. ദെൻ രണ്ടാമത്തെന്ന് പറയുന്നതാണ് വാട്ടർ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പം വാട്ടർ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് മീൻസ് ഇൻഡസ്ട്രീസ് നിന്ന് വരുന്ന എഫ്ലുവൻസ് കാരണമായിട്ടുണ്ടാകുന്ന വാട്ടർ പൊല്യൂഷൻ. അതിനാണ് വാട്ടർ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പം എഫ്ലുവൻസ് ഫ്രം പൾപ്പ്, പേപ്പർ മിൽസ്, ഷുഗർ ഫാക്ടറീസ്, ഓർഗാനിക് കെമിക്കൽ പ്ലാന്റ്സ്, ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ്സ് എക്സെട്ര സബ്സ്റ്റൻഷ്യലി പൊല്യൂട്ട് വാട്ടർ ബോഡീസ് വിത്ത് ഓർഗാനിക് മാറ്റർ. These are highly poisonous to aquatic and terrestrial living organisms including man. അപ്പം അതിനാണ് വാട്ടർ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഫാക്ടറീസ് ഒന്നും മിൽസ് ഒന്നും അല്ല ഉണ്ടാകുന്ന ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ് വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പം അത് ഹൈലി പോയിസണസ് ആയിരിക്കും. ഏതിനെല്ലാം അക്വാട്ടിക് ലൈഫിനായാലും ടെറസ്ട്രിയൽ ലിവിങ് ഓർഗാനിസം ഇൻക്ലൂഡിംഗ് മാൻ ഇവർക്കെല്ലാം അത് ഹൈലി പോയിസണസ് ആയിരിക്കും. ദ എഫ്ലുവൻസ് ഫ്രം ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് ഡിസ്ചാർജ് സബ്സ്റ്റൻഷ്യൽ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് ഇൻ ടു വാട്ടർ വിച്ച് കോസസ് ന്യൂട്രോഫിക്കേഷൻ. അപ്പം ക്വാണ്ടിറ്റി വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ന്യൂട്രിയൻസിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആയാൽ വാട്ടറിൽ യൂട്രോഫിക്കേഷൻ കോസ് ചെയ്യും. The waste released into water from metal plating industries contain large quantities of heavy metals such as cyanides, which are highly toxic to all organisms. മെറ്റൽ പ്ലേറ്റിംഗ് ഇൻഡസ്ട്രീസ് എന്ന് വരുന്ന ഹെവി മെറ്റൽസും വേസ്റ്റിൽ ഹെവി മെറ്റൽസ് ഉണ്ടാവും. അപ്പോൾ ഹെവി മെറ്റൽസ് കാരണമായിട്ട് ടോക്സിക് അത് ഓർഗാനിസത്തിന് ഹൈലി ടോക്സിക് ആയിരിക്കും. അതിനാണ് എന്താ പറയുന്നത് വാട്ടർ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ ബൈ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അതായത് സോപ്സ് ആർ ഹൈലി ഡിഗ്രേഡബിൾ ബൈ ഓർഗാനിസംസ്, ഈസിലി ഡിഗ്രേഡബിൾ ബൈ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പോസ് നോ സീരിയസ് പ്രോബ്ലംസ് ടു വാട്ടർ ബോഡീസ്. അപ്പം സോപ്പ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിന് ഈസിലി ഡിഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് വാട്ടർ ബോഡീസിന് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നില്ല. പക്ഷെങ്കിൽ they are hydrolyzed to corresponding fatty acids, in turn increases the organic content of water. അപ്പം അത് ഓർഗാനിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഫാറ്റി ആസിഡ്സ് ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്തിട്ട് വാട്ടറിലുള്ള ഓർഗാനിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സോപ്സ് ഓൾസോ കോസ് ടർബിഡിറ്റി ഇൻ വാട്ടർ. ദെൻ ഡിറ്റർജൻസ് ബിലോങ്ങിങ് ടു ടെട്രാ propylene, benzene, sulfonate have the greatest disadvantages that is not completely degradable by microorganisms. അപ്പം ഡിറ്റർജൻസിൽ ഉണ്ടാകുന്ന ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, മൈക്രോ ഓർഗാനിസത്തിന് കംപ്ലീറ്റ്ലി ഡിഗ്രേഡ് ചെയ്യാൻ പറ്റൂല. അത് പെർസിസ്റ്റ് ഫോർ ലോങ് ടൈം ഇൻ വാട്ടർ. അത് കുറേ കാലത്തേക്ക് വാട്ടറിൽ പെർസിസ്റ്റ് ആവും. First forming an unstable suspension and then settling to the bottom of the water as sediments. Sediments ആയിട്ട് വാട്ടറിന്റെ ബോട്ടത്തിൽ പോയിട്ട് സെറ്റിൽ ആവും. ആദ്യം അതൊരു സസ്പെൻഷൻ ആയിട്ടാണ് ഉണ്ടാവുക. Then detergents containing phosphorus causes eutrophication in water. അപ്പം ചില ഡിറ്റർജൻസിൽ ഫോസ്ഫറസ് ഉണ്ടാവും, അത് യൂട്രോഫിക്കേഷൻ കോസ് ചെയ്യും. അപ്പം ഇതാണ് വാട്ടർ പൊല്യൂഷൻ ബൈ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ദെൻ പെസ്റ്റിസൈഡ്സ്. വാട്ടർ പൊല്യൂഷൻ എങ്ങനെയാണ്, പെസ്റ്റിസൈഡ്സിനെ കൊണ്ട് എങ്ങനെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ പെസ്റ്റിസൈഡ്സ് ലൈക്ക് DDT, ക്ലോർഡൈൻ, ലിൻഡെയിൻ, മാലത്തിയോൺ, പാരത്തിയോൺ എക്സെട്ര enter the water bodies by number of ways such as agricultural runoff,
deposition from air, and direct sprays on water surface to kill mosquitoes and other pests. അപ്പം ഫീൽഡിലുള്ള എന്താണ് മോസ്കിറ്റോസിനെയും അതുപോലെ അതർ പെസ്റ്റിനെയെല്ലാം സ്പ്രേ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുന്ന കെമിക്കൽസിലെല്ലാം എന്തുണ്ടാവും പെസ്റ്റിസൈഡ്സിലെല്ലാം DDT, ക്ലോർഡൈൻ, ലിൻഡെയിൻ, മാലത്തിയോൺ, പാരാത്തിയോൺ ഇവയിൽ ഏതെങ്കിലും ഉണ്ടാവും. അത് കാരണമായിട്ട് വാട്ടറിന് കുറെ ഹസാർഡസ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. They remain persistently in water bodies. From there, they enter into the food chain through bacteria, phytoplankton, other organisms, and so on by process called biomagnification. നമുക്കറിയാം ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോയ്സണസ് അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ അതിന്റെ ഓരോരോ ട്രോഫിക് ലെവലിലേക്കും അതിന്റെ ട്രാൻസ്ഫർ നടക്കുന്നതിനാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ DDT എല്ലാം പോലത്തെ ആണെങ്കിൽ അത് ഫസ്റ്റ് ഫിഷസ് കൺസ്യൂം ചെയ്യും, പിന്നെ അത് ഫസ്റ്റ് ബാക്ടീരിയ കൺസ്യൂം ചെയ്യും, പിന്നെ ഫൈറ്റോപ്ലാങ്ക്ടൺ, അതുപോലെ തന്നെ ഫിഷസ് ആൻഡ് അതർ അക്വാറ്റിക് ഓർഗാനിസംസ് ഇങ്ങനെ അതിന്റെ ട്രോഫിക് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അതിനാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ലാസ്റ്റ് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ പോയിസണസിന്റെ അളവ് കൂടുതലായിരിക്കും അതിന്റെ ബോഡിയിൽ. അപ്പം accumulation in high concentration causes death and destruction of living organisms. ഈ പോയിസൺ അതായത് പെസ്റ്റിസൈഡ്സ് കാരണം ഉണ്ടാകുന്ന ഈ പോയിസണ് ഈ ഓർഗാനിസത്തിന്റെ ഉള്ളിൽ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഡെത്തും ഡിസ്ട്രക്ഷനും കാരണം. അപ്പം എഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഓൺ ഹ്യൂമൻ ആർ ഗിവൺ ബിലോ. അതായത് അതിന്റെ എഫക്ട്സ് എന്തല്ല ഹ്യൂമൻസിൽ അതിന്റെ എഫക്ട് എന്തെല്ലാന്ന് വെച്ചാൽ എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ക്ലോറിനൈഡ് ഹൈഡ്രോകാർബൺ പെസ്റ്റിസൈഡ്സ് ഇൻ ഹ്യൂമൻ ടിഷ്യൂ കോസസ് ഹോർമോണൽ ഇംബാലൻസ്, ക്യാൻസർ, ലുക്കീമിയ. അപ്പൊ എക്സസൈസ് കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസും ക്യാൻസറും ലുക്കീമിയ എല്ലാം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെസ്റ്റിസൈഡ്സ് ഇൻഹിബിറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് സെക്സ് ഹോർമോൺസ് ലീഡിങ് ടു സ്റ്റെറിലിറ്റി. അപ്പം സ്റ്റെറൈൽ ആവാനും ചാൻസ് ഉണ്ട്, അതായത് പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം കാരണം. ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ പ്രഗ്നന്റ് വുമൻ കോസസ് അബോർഷൻ, സ്റ്റിൽ ബേർഡ്സ് എക്സെട്ര. അപ്പം പ്രഗ്നന്റ് വുമൻസിൽ ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അബോർഷൻ സംഭവിക്കാം, സ്റ്റിൽ ബേർഡ്സ് സംഭവിക്കാം. പിന്നെ പെസ്റ്റിസൈഡ്സ് കോസസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡാമേജ് ടു കിഡ്നീസ്. അപ്പം ഇത്രയും എഫക്ട്സ് ഉണ്ട് പെസ്റ്റിസൈഡ്സിലുള്ള കെമിക്കൽസിന് ഹ്യൂമൻസിൽ. അപ്പം ഇറ്റ് ഈസ് വെരി urgent to stop these using of excessive pesticides. Then fifth one, fertilizers ആണ്. Modern method of agriculture, since so-called green evolution, use immense quantities of nitrogenous and phosphatic fertilizers. In most cases, large excess of fertilizers than needed quantities are added to the field. These are discharged to water bodies by agriculture runoff. Agriculture runoff കാരണമായിട്ട് ഈ ഫീൽഡിലെല്ലാം ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഇപ്പം കുറേ ഇമ്മൻസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് യൂഷ്വലി ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം അഗ്രികൾച്ചർ റൺ ഓഫ് വരുമ്പം വാട്ടർ ബോഡീസിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുക. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഇൻ വാട്ടർ കോസസ് യൂട്രോഫിക്കേഷൻ ആൻഡ് ലീഡ്സ് ടു ആൽക്കൽ ബ്ലൂം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഫെർട്ടിലൈസേഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന നൈട്രജനും ഫോസ്ഫറസും വാട്ടർ ബോഡീസിൽ കൂടിക്കഴിഞ്ഞാൽ അത് യൂട്രോഫിക്കേഷനും കാരണം അതുപോലെ തന്നെ ആൽക്കൽ ബ്ലൂമിനും കാരണം. When water polluted with nitrates are consumed by humans, nitrates are reduced to nitrates by industrial bacteria. These nitrates cause serious child disease called blue baby syndrome. ഈ നൈട്രേറ്റ് ഹ്യൂമൻ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ നൈട്രേറ്റ് എന്തായിട്ട് മാറും? നൈട്രൈറ്റ് ആയിട്ട് മാറും. ഈ നൈട്രേറ്റ് ചിൽഡ്രൻസിൽ കുറെ അസുഖം വരുന്നുണ്ട്. അതിനാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്നെല്ലാം പറയുന്നത്. Then sixth one, heavy metals ആണ്. ഹെവി മെറ്റൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊല്യൂഷൻ ബൈ ഹെവി മെറ്റൽസ് കോസ്ഡ് ബൈ ഡിസ്ചാർജ് ഓഫ് എഫ്ലുവൻസ് ഫ്രം മൈനിങ് ആൻഡ് ഓർ പ്രോസസ്സിംഗ്, മെറ്റൽ പ്ലേറ്റിംഗ്, കെമിക്കൽ പെയിന്റ്, ലെതർ ആൻഡ് ഹോസ്റ്റ് ഓഫ് അതർ ഇൻഡസ്ട്രീസ്. അങ്ങനെയാണ് ഹെവി മെറ്റൽസ് എന്ത് ചെയ്യുന്നത്? വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പം ലെഡ് ആണ് ഫസ്റ്റ് കോമ്പൗണ്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എഫ്ലുവൻസ് ഫ്രം ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് പെട്രോളിയം, പെയിന്റ്, സെറാമിക്സ്, ബാറ്ററി ആൻഡ് പ്ലാസ്റ്റിക്സ്, ബേണിംഗ് ഓഫ് ലെഡഡ്, ഗാസോലിൻ എക്സെട്ര. ലെഡ് ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ബോഡീസിലേക്ക്
ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ ലെഡ് ഈസ് ഹൈലി ടോക്സിക് ടു ഓൾ ലിവിങ് ഓർഗാനിസംസ്. ലെഡ് കോസസ് വേരിയസ് ഡിസീസസ് സച്ച് ആസ് അനീമിയ, ഡിസ്ട്രപ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ സിന്തസിസ് ആസ് വെൽ ആസ് ഡാമേജ് ടു നെർവസ് സിസ്റ്റം, കിഡ്നി ആൻഡ് ബ്രെയിൻ. ഇത്രയും സീരിയസ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ലെഡ്. നെക്സ്റ്റ് മെർക്കുറി ആണ്. Effluence from various industries such as electrochemical industries and those manufacturing batteries, caustic soda, mercury vapor lamps etc. ഇവിടുന്നെല്ലാം വാട്ടർ ബോഡീസിലേക്ക് ഇതിന്റെ എഫ്ലുവൻസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെർക്കുറി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. മെർക്കുറി ഹൈലി ടോക്സിക് ടു ഓൾ aquatic and terrestrial organisms. എല്ലാവർക്കും ഒരേപോലെ ടോക്സിക് ആണ്. It has a tremendous capacity to accumulate as methyl mercury. It further tends to biomagnify through food chain, ultimately causing brain damage in consumers of higher trophic level. ഇത് ഫുഡ് ചെയിനിലൂടെ ഹയർ ട്രോഫിക് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. Then cadmium എന്ന് പറയുന്നത് cadmium is introduced into water bodies through effluence from electroplating, paint, ink, plastics. ഇവിടുന്ന് ഇതെല്ലാം ഇൻഡസ്ട്രീസ് എന്നുള്ള എഫ്ലുവൻസ് കാരണമായിട്ടാണ് വാട്ടർ ബോഡീസിൽ കാഡ്മിയം ഉണ്ടാകുന്നത്. Cadmium also undergoes biomagnification through food chain and reaches its maximum in man. മാനിലെത്തുമ്പോഴത്തേക്ക് കാഡ്മിയത്തിന്റെ അളവ് വല്ലാതെ കൂടുതലായിരിക്കും. It accumulates in liver, kidneys, thyroid and pancreas and cause damage to lungs, kidneys etc. അപ്പോൾ ഇത്രയും എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് കാഡ്മിയം ഹ്യൂമൻസിൽ. It leads to anemia and bone marrow depression. Other heavy metals are ക്രോമിയം ആൻഡ് ആർസനിക്. ഇതും ഇതേപോലെ തന്നെ ഹ്യൂമൻസിലായിക്കോട്ടെ അത് ലിവിങ് ഓർഗാനിസത്തിലായിക്കോട്ടെ ഒരേപോലെ ടോക്സിക് ആണ്. ദെൻ നെക്സ്റ്റ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. അപ്പം സീവേജ് ഷുഡ് ബി ഫസ്റ്റ്ലി ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ബിഫോർ ഇറ്റ്സ് ഡിസ്ചാർജ്ഡ് ഇൻ ടു വാട്ടർ ബോഡീസ്. നോൺ ബയോഡിഗ്രേഡബിൾ ഡിറ്റർജൻറ്റ് ഷുഡ് ബി ബാൻഡ്. Use of chemical fertilizers should be reduced and instead use of biofertilizers. The drainage system in cities, villages should be improved by the drinking water should be protected from all impurities. Eutrophication, which leads to algal blooms, must be prevented. Disposal of waste from shops, industries and factories into water bodies should be banned. അപ്പോൾ ഇത്രയാണ് വാട്ടർ പൊല്യൂഷനെ പറ്റി പറയാനുള്ളത്. ഫസ്റ്റ് വാട്ടർ പൊല്യൂഷൻ എന്നാന്ന് പറഞ്ഞു, അതിൻ്റെ വാട്ടർ പൊല്യൂഷൻ്റെ കോസസ് എന്തിനെല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതിൻ്റെ ഓരോരോ കോസസിനെ പറ്റി പറഞ്ഞു. ദെൻ ഇറ്റ്സ് വാട്ടർ പൊല്യൂഷൻ്റെ കൺട്രോളും പറഞ്ഞു. ദീസ് ഈസ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഈസ് ഓവർ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് നോയിസ് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള പൊല്യൂഷനാണ്. അതായത് നോയിസ് പൊല്യൂഷൻ കോസസ് എഫക്ട്സ് ആൻഡ് കൺട്രോൾ മെഷേഴ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം സൗണ്ട് ഈസ് means of communication in many animals including humans. അപ്പോൾ നമ്മൾ സൗണ്ടിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എ ലോ സൗണ്ട് ഈസ് പ്ലസന്റ് ആൻഡ് ഹാംലെസ്. എ ലൗഡ് അൺപ്ലസന്റ് ആൻഡ് ഓവർ അൺവാണ്ടഡ് സൗണ്ട് ഈസ് കോൾഡ് ആസ് നോയിസ്. അപ്പം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ബാക്കിയുള്ളവർക്ക് അൺപ്ലസന്റ് ആയിട്ട് തോന്നുന്ന സൗണ്ടിനെയാണ് നോയിസ് എന്ന് പറയുന്നത്. അത് ലൗഡ് ഓവർ ലൗഡ് ആയിട്ടുള്ള അൺപ്ലസന്റ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാവും, അതിനാണ് നോയിസ് എന്ന് പറയുന്നത്. A given sound can appear as music to some and noise to others. നമുക്ക് മ്യൂസിക് ആയിട്ട് തോന്നുന്ന പലതും മറ്റുള്ളവർക്ക് നോയ്സ് ആയിട്ട് തോന്നാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലൗഡ്നെസ്, ഡ്യൂറേഷൻ ആൻഡ് മൂഡ് ഓഫ് എ പേഴ്സൺ. അപ്പം ഒരാളുടെ മ്യൂസിക് ആ സൗണ്ടിൻ്റെ ലൗഡ്നെസ്, ഡ്യൂറേഷന്, അതുപോലെ തന്നെ ഒരു പേഴ്സൻ്റെ മൂഡിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത്. അപ്പം നോയ്സ് ഈസ് എ ഫിസിക്കൽ ഫോം ഓഫ് പൊല്യൂഷൻ. അപ്പം നോയ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫോം ഓഫ് പൊല്യൂഷനാണ്. അത് നാച്ചുറിനെയോ അതുപോലെ തന്നെ വാട്ടർ ബോഡീസിനെയോ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. എയറിനെയും സോയിലിനെയും വാട്ടറിനെയും ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ അത് ആനിമൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ എന്തെല്ലാന്ന് വെച്ചാൽ ഫസ്റ്റത്തത് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ് യൂസ് ബിഗ് മെഷീൻസ് വിച്ച് ആർ കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് നോയ്സ്. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് ഇൻഡസ്ട്രീസിലുള്ള മെഷീൻസ് എന്ന് പറയുന്നത് വെരി ബിഗ് ആയിരിക്കും, അതുപോലെ തന്നെ അത് വലിയ നോയ്സ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേരിയസ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് കംപ്രസേഴ്സ്, ജനറേറ്റേഴ്സ്, എക്സോസ്റ്റ് ഫാൻസ്, ഗ്രൈൻഡിങ് മെഷീൻസ്, മിൽസ് ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രൊഡ്യൂസിങ് നോയ്സ്. ഇതെല്ലാം നോയ്സ് ഉണ്ടാക്കുന്ന മെഷീൻസാണ്. അപ്പം രണ്ടാമത്തെന്ന് പറയുന്നത് പുവർ അർബൻ പ്ലാനിങ് ആണ്.
അതായത് ഈ അർബൻ പ്ലാനിങ് സിറ്റീസിലെല്ലാം അർബൻ പ്ലാനിങ് ശരിയല്ലെങ്കിൽ ഈ വീടുകളെല്ലാം അടുത്തടുത്ത് വരികയും ചെയ്യും. അപ്പം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല, പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഒരാൾ പറയുന്നത് അപ്പുറത്ത് കേൾക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ദെൻ നോയ്സ് ആയിട്ട് മാറുന്നു. ഇൻ മോസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് പുവർ അർബൻ പ്ലാനിങ് ഓൾസോ പ്ലേ വൈറ്റൽ റോൾ ഇൻ നോയ്സ് പൊല്യൂഷൻ. അതായത് കൺജസ്റ്റഡ് ഹൗസസ്, ലാർജ് ഫാമിലീസ് ഷെയറിംഗ് സ്മോൾ സ്പേസസ്, പാർക്കിംഗ് ലോട്ട്സ്, സ്ട്രീറ്റ് നോയ്സ്, ഹോങ്കിങ്, കൊമേഴ്ഷ്യൽ സോൺ ലീഡ്സ് ടു നോയ്സ് പൊല്യൂഷൻ വിച്ച് ഡിസ്റ്റർബ്സ് ദ എൻവയോൺമെന്റ് ഓഫ് ദ സൊസൈറ്റി. ഇതാണ് പുവർ അർബൻ പ്ലാനിങ് കാരണമായിട്ട് ഉണ്ടാകുന്ന നോയ്സ് പൊല്യൂഷൻ. മൂന്നാമത്തത് സോഷ്യൽ ഇവൻറ്റ്സിലാണ്. അപ്പോൾ സോഷ്യൽ ഇവൻറ്റ്സിൽ സാധാരണയായിട്ട് ബിഗ് നോയ്സസ് ഉണ്ടാകും. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ബാക്കിയുള്ളവർക്ക് മ്യൂസിക് ആണെങ്കിലും മറ്റു ചിലർക്ക് അത് നോയ്സ് ആയിരിക്കും. നോയ്സ് ഈസ് അറ്റ് ഇറ്റ്സ് പീക്ക് ഇൻ മോസ്റ്റ് ഓഫ് ദ സോഷ്യൽ ഇവൻറ്റ്സ്, വെദർ ഇറ്റ് ഈസ് മാരേജ്, പാർട്ടീസ്, പബ്, ഡിസ്ക് ഓർ പ്ലേസ് ഓഫ് വർഷിപ്പ്. People normally deny rules set by the local administration and create nuisance in area. People play songs on full volume and dance till midnight, which makes the condition of people living nearby pretty worse. അപ്പോൾ ചിലർ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അപ്പം ഇത്രയും സൗണ്ടിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറക്കത്തിന് ഡിസ്റ്റർബ് ആവും. നെക്സ്റ്റ് 4 എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് ലാർജ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഓൺ റോഡ്, എയർപ്ലെയിൻസ്, ട്രെയിൻസ് പ്രൊഡ്യൂസ് ഹെവി നോയ്സ്. ദ ഹൈ നോയ്സ് ലീഡ്സ് ടു എ സിറ്റുവേഷൻ വെയർ ഇൻ എ നോർമൽ പേഴ്സൺ ലോസ് ദ എബിലിറ്റി ടു ഹിയർ പ്രോപ്പർലി. അപ്പം അടുത്ത് തന്നെ ഒരാളോട് പറയുന്ന കാര്യം മറ്റൊരാൾക്ക് കേൾക്കണമെന്നില്ല. കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതായത് കാർ റിക്ഷാസ്, അതുപോലെ തന്നെ ബസ്, ഇതിൻ്റെ എല്ലാം സൗണ്ട്, ഹോങ്കിങ് എല്ലാം കാരണമായിട്ട് ഒരാൾ പറയുന്നത് കേൾക്കണമെന്നില്ല. അപ്പോൾ വല്ലാണ്ട് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ 5th വൺ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. അപ്പം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മൈനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, ഡാംസ്, ബിൽഡിങ്സ്, സ്റ്റേഷൻസ്, റോഡ്സ്, ഫ്ലേവേഴ്സ് ടേക്സ് പ്ലേസ് ഇൻ ഓൾമോസ്റ്റ് എവറി പാർട്ട് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതെല്ലാവരുടെയും നടക്കുന്നതാണ്. പക്ഷേങ്കിൽ ഈ മൈനിങ്ങിൻ്റെ സമയത്തെല്ലാം ബിഗ് നോയ്സ് ഉണ്ടാവും. അതെല്ലാവർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ചിലർക്ക് ഇത് ഭയങ്കര നോയ്സ് ആയിരിക്കും. ദീസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഹാവ് ടു ബി കണ്ടിന്യൂ ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് എവർ ഇൻക്രീസിങ് പോപ്പുലേഷൻ. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് നോയ്സ്. ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ആ പോപ്പുലേഷൻ ഡിമാൻഡിനെ വെച്ചിട്ടാണ്. പോപ്പുലേഷൻ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഈ കൺസ്ട്രക്ഷനെല്ലാം കൂടി വരുന്നത്. പക്ഷെങ്കിൽ ഇത് ഭയങ്കര ഒരു നോയ്സ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഹൗസ് ഹോൾഡ് ചോസ് ആണ്. അതായത് ഹൗസിലുണ്ടാകുന്ന കുറേ മെഷീൻസ് ഉണ്ട്. അതായത് TV, മൊബൈൽ, മിക്സർ, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, വാക്യൂം ക്ലീനേഴ്സ്, ഇതിൻ്റെ എല്ലാം ഓരോരോ നോയ്സ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം കേൾക്കുന്ന ബാക്കിയുള്ളവർക്ക് നോയ്സ് ആകാൻ സാധ്യതയുണ്ട്. വാഷിംഗ് മെഷീൻസ് ആൻഡ് ഡ്രയർ, കൂളർ, ഹെയർ conditioners also contributes to the amount of noise that is produced, but many times it affects the quality of life of our neighborhood. അപ്പം അയൽവാസികൾക്കാണ് ഇതിനെക്കൊണ്ട് പ്രശ്നം വരുന്നത്. നെക്സ്റ്റ് ഫയർ വർക്ക്സ്. അപ്പം എൻ്റെ ഫെസ്റ്റിവൽസോ റിച്വൽസോ ഉണ്ടാകുമ്പം എന്തെയും കൾച്ചറൽ സെറമണീസിലെല്ലാം ഫയർ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇത് ബാക്കിയുള്ളവർക്ക് ഇൻറ്റൻസ് നോയ്സ് പൊല്യൂഷനായിട്ട് ഫീൽ ചെയ്യും. അപ്പാർട്ട് ഫ്രം എയർ പൊല്യൂഷൻ, ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സൗണ്ട് ക്രിയേറ്റ്സ് നോയ്സ് പൊല്യൂഷൻ. ദ നെക്സ്റ്റ് ഈ നോയ്സ് പൊല്യൂഷൻ്റെ എഫക്ട്സ് എന്തെല്ലാന്ന് വെച്ചാൽ, ഹ്യൂമൻ റെസ്പോൺസ് ടു നോയ്സ് വാരീസ് ഫ്രം മാൻ ടു മാൻ അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് ടെമ്പർമെൻറ്റ്. It may vary even in same individual from time to time because of change in health, fatigue and other conditions. അപ്പം ഒരാൾക്ക് തന്നെ ഇത് ചില സമയത്ത് മ്യൂസിക് ആയിട്ട് ചില സമയത്ത് നോയ്സ് ആയിട്ടും തോന്നാം, അയാളുടെ മൂഡിനെയും ഹെൽത്ത് കണ്ടീഷൻസിനെല്ലാം വെച്ചിട്ട്. അപ്പം മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെഫ്നെസ് ഓർ ഇമ്പയർഡ് ഹിയറിംഗ് ആണ്. അതായത് ഈ prolonged exposure to noise lead to gradual deterioration of internal ear and subsequently hearing loss or deafness. അപ്പം ഈ ഹൈ നോയ്സിൽ എപ്പം എക്സ്പോസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഗ്രാജ്വലി ഓരോ ഹിയറിങ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് മേ ഒക്കർ ഡ്യൂ ടു കണ്ടിന്യൂസ് എക്സ്പോഷർ ടു നോയ്സ് ലെവൽ മോർ ദാൻ 90 dB. 90 dBനേക്കാളും മുകളിലാണ് എപ്പോൾ സൗണ്ട് നോയ്സ് ഉണ്ടാകുന്നെങ്കിൽ അപ്പോഴാണ് ഈ ഇമ്പയർഡ് ഹിയറിംഗ് അല്ലെങ്കിൽ ഡെഫ്നെസ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളത് കൺട്രോൾ ഓഫ് നോയ്സ് പൊല്യൂഷൻ ആണ്. അപ്പം കൺട്രോൾ അറ്റ് റിസീവേഴ്സ് എൻഡ്. ഫോർ പീപ്പിൾ വർക്കിംഗ് ഇൻ നോയ്സി ഇൻസ്റ്റാളേഷൻസ്, ear protection aids like earplugs,
earmuffs, noise, helmets, headphones, etc. must be provided to reduce occupational exposure. Then suppression of noise at source. It can be achieved by following methods: designing, fabricating, and using quieter machines to displace the noisy ones. പിന്നുള്ളത് proper lubrication and better maintenance of machines. പിന്നുള്ളത് installing noisy machines in soundproof chambers, covering noise producing machine parts with the sound absorbing materials to check noise production. ഇത്രയാണ് കൺട്രോളേഴ്സ് നോയിസ് പൊല്യൂഷൻ. ഇപ്പോൾ 3 പറഞ്ഞു, 2 പറഞ്ഞു വാട്ടർ പൊല്യൂഷനും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സും പറഞ്ഞ പോലെ തന്നെ നോയിസ് പൊല്യൂഷനും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സും പറഞ്ഞു. ദെൻ മൈ ടോപ്പിക് ഈസ് ദിസ് ആൻഡ് ഓവറോൾ ദിസ് ഈസ് മൈ ടോപ്പിക് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.